നീറ്റ് പരീക്ഷയുടെ മുഴുവൻ കുറ്റവും എൻ ടി എക്കാണ് എന്ന് മാത്രമാണ് കേന്ദ്രം പറയുന്നത്. ഈയുടെ ചോദ്യപേപ്പർ ചോർന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഇന്നിപ്പോൾ മുദ്രാവാക്യത്തിലും അതുണ്ടായിരുന്നല്ലോ. അതല്ല ഈ ഇത്രയും ക്രൂരത കാണിച്ച അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പറയുകയാണ്. അതേപോലെ ഇന്ത്യയിലെ എന്തോ ജനാധിപത്യം തകരാൻ പോയി, CIA ഇങ്ങോട്ട് വരുന്നു, അമേരിക്കയിലെ ചാരങ്ങർ ഇവിടെ വരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ ഒരാളുണ്ടല്ലോ, അസ്കറിനുണ്ടോന്നൊന്ന് ചോദിക്കുക, സ്മൃതി ഒന്ന് ചോദിക്കൂ. ഈ അടിയന്തരാവസ്ഥയെ ഇദ്ദേഹം പറഞ്ഞ ന്യായീകരണം ഈ കൂടെ സ്വന്തം മുന്നണിയിലുള്ള അസ്കറിനുണ്ടോ? ഇത് മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഞാൻ സംസാരിക്കാം. ഈ അടിയന്തരാവസ്ഥ എങ്ങനെയായിരുന്നു പ്രഖ്യാപിച്ചത്, എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു ഒരാളുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യരാക്കിയത്, ആ തെരഞ്ഞെടുപ്പിന്റെ ഓഗസ്റ്റ് മാസം 11-ാം തീയതി വിധി വരുന്നതിന് മുമ്പാണ് നിയമങ്ങളൊക്കെ പാസ്സാക്കിയത്. 25-ന് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനെ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഞങ്ങൾ ന്യായീകരിച്ചോ ഇപ്പോൾ? അല്ല, അതേ പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥ അദ്ദേഹത്തിന് കാര്യമൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ന്യായീകരിക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നിയത് അത് താങ്കളുടെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ സംരക്ഷിക്കാനാണ് നിങ്ങൾ പറഞ്ഞില്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സ്ഥാപനമാണ്. ഞാൻ നീറ്റിന്റെ കാര്യം പറയാമല്ലോ. പറയൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ, ടെസ്റ്റിംഗ് ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ ഉടനെ തന്നെ തീരുമാനിച്ചു. അതിന് അന്വേഷണ കമ്മീഷൻ നിയമിച്ചു, എക്സ്പെർട്ട് കമ്മിറ്റി നിയമിച്ചു, CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ചോർന്നല്ല, ചില സെന്ററുകളിൽ വന്ന വീഴ്ചകൾ മനസ്സിലാക്കി RJDയുടെ നേതാവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. എന്ന് മാത്രമാണ് സമ്മതിക്കുന്നത്. അല്ല, അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണല്ലോ. സുപ്രീം കോടതിയിൽ പോയിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ച മനസ്സിലാക്കി ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അത് ജയിലുമായി. അല്ലല്ലോ, നിങ്ങൾ പറയുന്നതല്ലോ. നിങ്ങൾ നീറ്റിന് തെറ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ചോർത്തി കൊടുത്തോ? ഏതെങ്കിലും BJP ലീഡർഷിപ്പിനോ കേന്ദ്ര ഗവൺമെന്റിനോ അതിന് ഉത്തരവാദിത്തമുണ്ടോ? തലത്തിൽ തന്നെ അന്വേഷണം നടത്തി ഒരാളിനെ പോലും അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പോലും സേവ് ചെയ്യില്ല. ഇവിടെ PSC ടെസ്റ്റ് നടത്തിയതൊന്നും അല്ല, ആളുകളെ സംരക്ഷിച്ചതുപോലെ അല്ല, കൃത്യമായി നടപടികൾ സ്വീകരിച്ചു. സുപ്രീം കോടതി പറഞ്ഞ ശേഷമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യത്തിൽ പ്രതികരിച്ചത്. അല്ലല്ലോ, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. തെറ്റു വീഴ്ചകൾ ചില മേഖലകളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വേണമല്ലോ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചത്. പോലും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞ ശേഷമാണ് പ്രതികരിച്ചത്. CBI അന്വേഷണം വന്നല്ലോ, അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ ഭാഗം, സുപ്രീം കോടതിയുടെ ഭാഗം പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്താണ് പിഴവെന്ന് പറയാൻ എന്താണ് തടസ്സം? എന്ത് പിഴവാണ് NTക്ക് പറ്റിയെന്ന് പറയാൻ എന്താണ് തടസ്സം? ഇതിനു മുമ്പ് എല്ലാ കാര്യത്തിലും അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്, നിലപാടുകൾ പുനഃപരിശോധിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിഷമവുമില്ല. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ആ വീഴ്ചകൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. ശരി, ശ്രീ BN ഹസ്കർ, ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനിരിക്കുന്നു പ്രതിപക്ഷം. അതിനൊരു കൃത്യമായ മറുപടി പാർലമെന്റിനകത്ത് പ്രതീക്ഷിക്കാമോ? പുറത്തേതായാലും പറഞ്ഞിട്ടില്ല. നീറ്റും നെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും പാർലമെന്റിനുള്ളിൽ മറുപടി പറയാൻ പോകുന്നില്ല. ശ്രീ പത്മകുമാർ പറയുന്നത് പോലെ ഒഴിവുകഴിവുകൾ പറഞ്ഞു പോകാനേ ആവുള്ളൂ. കാരണം രാജ്യത്തെ മത്സര പരീക്ഷകളുടെ സുതാര്യതയെ സംബന്ധിച്ച് വാദോരത സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഒരു കാരണവശാലും അതിന് മറുപടി പറയാനാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർലമെന്റിനുള്ളിൽ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞാൽ പ്രതിപക്ഷ നിരയിലെ ഈ അംഗങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടും നേരത്തെ പോലെ ഒരു മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. മറിച്ച് ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നുവെന്നും സുപ്രീം കോടതി മുമ്പാകെ ഇതിന്റെ കേസ് നിലനിൽക്കുന്നു എന്ന
ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു മറുപടിയില്ലാതായി തീരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ മത്സര പരീക്ഷകൾ ആകമാനം അപകടത്തിലാവുകയും അത് ചില കേന്ദ്രങ്ങളുടെ സമ്മർദ്ദത്തിനെ തുടർന്ന് അത് കൃത്യമായി ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നു എന്നുള്ളതും വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അത് ഭാവി തലമുറയിലേക്ക് വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്ന ഒരു വിഷയമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് BJP അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അതിൽ BJP നേതാക്കന്മാരുടെ പങ്കുണ്ട് എന്ന വസ്തുത നാളെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിന് മറുപടി പറയാതെ BJPക്ക് പാർലമെന്റിൽ നിന്ന് തടിയൂരാനുമാവില്ല. അത് അത്തരം ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്കാണ് നാളെ പാർലമെന്റ് പോകാനിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. സ്മൃതി. ജിൻഡോ, ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കും, ശക്തമായ നിലപാടെടുക്കുമെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറാണോ എന്നുള്ള കാര്യം രാഹുൽ ഇപ്പോഴും മിണ്ടിയിട്ടില്ല. എപ്പോഴാണ് മുഹൂർത്തം? അല്ല, ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ് ആക്ഷേപം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അല്ല ഇവിടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദിയെ കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് കാണേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ ഗാന്ധി അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവസാനത്തേക്ക് മാറ്റിവെച്ച് ഏറ്റവും ഒടുവിൽ മാത്രം പറയുന്ന രാഹുലിന്റെ ആ രീതി ഒന്ന് അവസാനിപ്പിക്കാറായില്ലേ? അല്ല, രാഹുലിന്റെ ആ രീതി മോശമാണെങ്കിൽ രാഹുൽ കഴിഞ്ഞ 10 വർഷക്കാലം കേട്ട പഴികൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്തെ ശക്തനായിട്ടുള്ള രാഹുൽ ഗാന്ധി. ഈ പഴികളൊക്കെ അതിജീവിച്ചുകൊണ്ട് കടന്നു വന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ ഉത്തരം കൃത്യസമയത്ത് കൃത്യമായിട്ട് തന്നെ വരും. പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് വരും. അതിനു മുമ്പും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. Debate with Smriti Parthikad.